അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വളരെ സ്നേഹവും ആദരവുകളും നിറഞ്ഞ പണ്ഡിതന്മാർ, മഞ്ചേശ്വരം MLA അടക്കമുള്ള ജനപ്രതിനിധികൾ, നാട്ടുകാർ, 100 പ്രകാശവർഷങ്ങൾ എന്ന വിശാലമായ കാഴ്ചപ്പാട് ഉയർത്തിപ്പിച്ചുകൊണ്ട് സമസ്ത അതിൻ്റെ 100 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഒരു പണ്ഡിത സംഘടന അതിൻ്റെ 100 വർഷം എന്തുകൊണ്ടായിരിക്കും കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലാകമാനമുള്ള മുസ്ലിം സമൂഹത്തെ ഇത്രയധികം സ്വാധീനിക്കപ്പെട്ടു എന്ന് സൂക്ഷ്മമായി തന്നെ നാം പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ വളർച്ചയും വികാസവും ലോക ചരിത്രത്തെ പരിശോധിക്കുമ്പോഴെല്ലാം അത് തദ്ദേശീയതയോട് ചേർന്ന് നിന്നുകൊണ്ട് തദ്ദേശീയമായ സംസ്കാരങ്ങളെയും ജീവിതത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ആ മനുഷ്യരുടെ ഐഡൻറ്റിറ്റിയെ നിലനിർത്തിക്കൊണ്ട് അടിസ്ഥാനപരമായ മതനിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വ്യത്യസ്ത സാമൂഹിക സാംസ്കാരികമായ സ്വത്വം ഉയർത്തിപ്പിടിച്ച് ജീവിക്കുവാനുള്ള അവസരവും അനുഭവവുമാണ് വിശുദ്ധ ഇസ്ലാം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. കേരളത്തിലേക്ക് കടന്നു വന്നാൽ എന്നായിരിക്കും കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വന്നിട്ടുണ്ടാവുക എന്ന് ചരിത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മാടായിലെ ശിലാലിഖിതത്തെക്കുറിച്ച്, കേരളത്തിലുടനീളം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പള്ളികളെക്കുറിച്ച്, നാം പറഞ്ഞു കേട്ടിട്ടുള്ള വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള ചരിത്രത്തെക്കുറിച്ച്, അതിൻ്റെ പ്രാഥമിക സ്രോതസ്സുകളിൽ നിന്ന് അല്ലാതെ ലഭിച്ചിട്ടുള്ള ധാരാളം മറ്റ് ചരിത്രപരമായ അനുഭവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വീക്ഷണങ്ങൾ നാം അറിയുന്നുണ്ടെങ്കിലും ഒരു കാര്യം ഇതിനെയെല്ലാം ചേർത്തു വെച്ച് വായിക്കുമ്പോൾ നമുക്ക് തീർച്ചപ്പെടുത്താൻ കഴിയുന്നത്, ആദ്യകാലത്തു തന്നെ 6-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കകാലത്തു തന്നെ വിവിധ സഞ്ചാരികൾ മലബാർ തീരത്തിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്രപരമായ രേഖകൾ ഉണ്ട്. മലബാർ തീരം എന്നതിനെ കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന, ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്ന വിശാലമായ മലബാർ തീരത്തെ അറബ് സഞ്ചാരികൾ അക്കാലത്തു തന്നെ ഈ നാടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അക്കാലത്ത് അറബ് സാഹിത്യങ്ങളിലും മറ്റും ഈ നാടിൻ്റെ സുഗന്ധവ്യഞ്ജനങ്ങളെക്കുറിച്ചുള്ള ഉപമകളും അതിനെക്കുറിച്ചുള്ള മെറ്റഫറുകളുമെല്ലാം അറബ് കവിതകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. അങ്ങനെ ആ തുടർച്ചയിൽ നിന്നുകൊണ്ട് കേരളത്തിലേക്ക് ഇസ്ലാം കടന്നു വരുമ്പോൾ തന്നെ കച്ചവടക്കാരും വാണിജ്യ ആവശ്യത്തിനുമായാണ് ഈ നാട്ടിലേക്ക് അറബ് സമൂഹം ആദ്യമായി കടന്നു വന്നിട്ടുണ്ടാവുക. അവരുടെ കൂടെ പണ്ഡിതന്മാരായ വലിയൊരു സമൂഹം കൂടി ഈ വാണിജ്യ പ്രഭുക്കളുടെ കൂടെ തന്നെ ഈ നാട്ടിലേക്ക് കയറി വന്നിട്ടുണ്ട്. എന്തായിരുന്നു ആ കച്ചവട സംഘത്തിനൊപ്പമുണ്ടായിരുന്ന പണ്ഡിതരുടെ ആവശ്യം എന്ന് ചോദിച്ചാൽ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കച്ചവടം, അയാളുടെ ജീവിതത്തിൻ്റെ ദൈനംദിനമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങളും മതാധിഷ്ഠിതമായിരിക്കണം. അങ്ങനെ ഓരോ നാട്ടിലെയും കൊടുക്കൽ വാങ്ങലുകൾ നടക്കേണ്ട സന്ദർഭത്തിൽ അത് എത്ര മതാധിഷ്ഠിതമായി തന്നെ മുന്നോട്ട് പോകണമെന്നും നീതിയിലും സത്യസന്ധതയിലും അധിഷ്ഠിതമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ആലോചനയിൽ നിന്നുകൊണ്ട് ഈ കച്ചവട സംഘങ്ങളുടെ എല്ലാം കൂടെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. പണ്ഡിതന്മാർ ദിശ നിർണയിക്കുകയും ആ ഉലമാക്കൾ കാണിച്ചു കൊടുക്കുന്ന വഴിയെ ആ ഉലമാക്കൾ നിർണയിക്കുന്ന നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സത്യസന്ധതയുടെ അടിസ്ഥാനത്തിൽ, വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ അവർ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയും ആ ജീവിതത്തെ അവർ പുഷ്ടിപ്പെടുത്തുകയും ചെയ്തു. സെബാസ്റ്റ്യൻ ഫ്രാങ്കയെ പോലെയുള്ള, ആങ്സങ് ഹോയെ പോലെയുള്ള ആധുനിക പണ്ഡിതന്മാരെല്ലാം മലബാർ തീരത്തെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മൺസൂൺ കാലത്തിന് അധിഷ്ഠിതമായി നടന്നിട്ടുള്ള സഞ്ചാരങ്ങൾ, 6 മാസം മൺസൂണിനനുസരിച്ച് ഇവിടെ താമസിക്കേണ്ടി വന്ന് തിരിച്ച് മൺസൂൺ കഴിയുന്നത് വരെ ഇവിടുന്ന് പോകാൻ സാഹചര്യമില്ലാതെ വന്നപ്പോൾ ഇവിടെ താമസിക്കേണ്ടി വന്ന അറബ് മനുഷ്യർ, ആ മനുഷ്യരുടെ ജീവിതത്തിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഇസ്ലാമിൻ്റെ തുടർച്ച എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. ഇസ്ലാമോഫോബിയയുടെ കൊടികെട്ടി വാഴുന്ന കാലത്ത് ഇസ്ലാം ഒരിക്കലും ഏതെങ്കിലും അർത്ഥത്തിൽ നിർബന്ധിതമായ ഒരു മതപരിവർത്തനത്തിൻ്റെ രീതിശാസ്ത്രം സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുണ്ട്. കാരണം ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരണമെങ്കിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ട കാര്യം അയാളുടെ മനസ്സിൽ ഉറപ്പിച്ച് ചൊല്ലുക എന്നതാണ്. ഷഹാദത്ത് കലിമ മനസ്സിൽ ഉറപ്പിച്ച് ചെല്ലണം.
മനസ്സിൽ ഉറപ്പിക്കണമെങ്കിൽ അയാൾക്ക് വിശ്വാസം ഉണ്ടാവണം. അത് പരപ്രേരണയാൽ നടക്കുന്ന ഒരു കാര്യം അല്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഓർമ്മപ്പെടുത്തുന്നത്, ആ പണ്ഡിത നേതൃത്വം പറയുകയും അതനുസരിച്ച് അവരുടെ നീതിബോധത്തിൽ അധിഷ്ഠിതമായി ഒരു സമൂഹത്തെ നിർമ്മിക്കുകയും ചെയ്യുന്ന പൊതുസമൂഹത്തിൻ്റെയും കൂടി ഒരു മിശ്രിതമായിരുന്നു കേരളത്തിലെ മുസ്ലിം സംവിധാനം എന്ന് പറയുന്നത്, ഒരു മുസ്ലിം കൾച്ചർ എന്ന് പറയുന്നത്, ഒരു മുസ്ലിം സാംസ്കാരികത എന്ന് പറയുന്നത്. ആ മുസ്ലിം സാംസ്കാരികതയുടെ തുടർച്ചയെ പിന്നീട് ചരിത്രപരമായി ഓരോ സന്ദർഭത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് ആദ്യമായി കയറി വന്നിട്ടുള്ള ഹളറമി സാദാത്തുക്കൾ സയ്യിദ് ഷേഖ് ബിൻ അബ്ദുള്ള അൽ ഐദറൂസി എന്ന് പറയുന്ന ഗുജറാത്തിലെ കച്ചിൽ മറപ്പെട്ട് കിടക്കുന്ന മഹാനരാണ് എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. യമനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറി വന്നിട്ടുള്ള ഹളറമി സാദാത്തുക്കൾ ഐദറൂസി പരമ്പരയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കയറി വന്നവരാണ് ഒരുപക്ഷെ ആദ്യമായി ഇന്ത്യയിലെത്തിയിട്ടുള്ള ഹളറമി സാദാത്തുക്കൾ. അങ്ങനെ ഹളറമി സാദാത്തുക്കളിലൂടെ, പിന്നീട് മഖ്ദൂമുമാരിലൂടെ, പിന്നീട് ഈ ഉലമാ പാരമ്പര്യത്തിലൂടെ കേരളത്തിലും ഇന്ത്യയിലെ ഒട്ടനേകം ഭൂമികളിലെയും ഇസ്ലാം പടർന്നു പന്തലിക്കുകയും അത് ഈ നാട്ടിലെ സാംസ്കാരികതയോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരു തരത്തിലുള്ള വംശീയതയില്ല, വർഗീയതയില്ല, വിദ്വേഷങ്ങളില്ല, പരസ്പരമുള്ള അസ്പൃശ്യതകളില്ല, അതിനെയെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്ര നിർമ്മാണമാണ്, അല്ലെങ്കിൽ ഒരു നാഗരികതയുടെ നിർമ്മാണമാണ് ഇസ്ലാം ലോകത്തെല്ലായിടത്തും എന്നതുപോലെ ഇന്ത്യയിലും സാധിപ്പിച്ചിട്ടുള്ളത്. സമാനമായ സംസ്കാരത്തെ, മലബാറിന് ചേർന്ന് നിൽക്കുന്ന സംസ്കാരത്തെ ലോകത്തിന്റെ വിവിധ നാടുകളിൽ നമുക്ക് കാണാൻ കഴിയും. ആഫ്രിക്കയിലെ സാൻസിബാർ എന്ന് പറയുന്ന പ്രദേശമുണ്ട്. അബ്ദുറസാഖ് ഗുർണ എന്ന് പറയുന്ന സാൻസിബാറിലെ എഴുത്തുകാരന് നൊബേൽ സമ്മാനം ലഭിച്ചിരുന്നു സാഹിത്യത്തിന്റെ പേരിൽ. സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിച്ച അബ്ദുറസാഖ് ഗുർണ സാൻസിബാറിനെ കുറിച്ച് വിശദമായി പറയുന്ന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ബഷീറിന്റെ കൃതികളിലൂടെ കടന്നുപോയ അനുഭവം ഉണ്ടാവും. ബഷീർ മലബാറിനെ പറയുന്ന, അല്ലെങ്കിൽ മലയാളി സാംസ്കാരികതയെ പറയുന്ന അതേ അനുഭവത്തിലൂടെ സാൻസിബാറിനെ കുറിച്ച് ഗുർണയെ വായിക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്, ഗുർണയുടെ സാൻസിബാർ ആവട്ടെ, അല്ലെങ്കിൽ ജാവയാവട്ടെ, മലായി ആവട്ടെ, ലോകത്ത് പറന്നു കിടക്കുന്ന മറ്റനേകം സ്ഥലങ്ങളും മലബാറിന് തത്തുല്യമായ സാംസ്കാരികതയെ ഉയർത്തിപ്പിടിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത്, അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചിട്ടുള്ളത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ക്ഷുബ്ധമായൊരു അന്തരീക്ഷത്തിൽ രൂപപ്പെട്ടു വന്നുവെങ്കിലും അതൊരു തുടക്കമായിരുന്നില്ല. അത് 10-15 നൂറ്റാണ്ടുകളായി തുടർന്നു വന്നിട്ടുള്ള ഇസ്ലാമിക സാംസ്കാരികതയുടെ തുടർച്ചയെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സമൂഹം രൂപീകരിക്കപ്പെടുകയും അത് കേരളത്തിൻ്റെ വെളിച്ചമായി മാറുകയും ചെയ്തത്. അതൊരു വർഗ സമൂഹമായി അതിനെ പരിമിതപ്പെടുത്തുകയും അതിനെ വായിക്കപ്പെടുകയും ചെയ്യുന്നത് ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയായിരിക്കും എന്നാണ് തോന്നുന്നത്. സമസ്ത നിർവഹിച്ചിട്ടുള്ള ഏറ്റവും പരമപ്രധാനമായ ദൗത്യം അത് മനുഷ്യരുടെ വിശപ്പകറ്റുക എന്നതായിരുന്നു. 20കൾക്ക് ശേഷമുള്ള കേരളത്തിൻ്റെ ക്ഷുഭിതമായ അന്തരീക്ഷം നിങ്ങൾക്കറിയാം. ബ്രിട്ടീഷുകാരും പറങ്കികളുമൊക്കെ ഇന്ത്യയിലേക്ക് കയറി വന്നതിനു ശേഷം ഇന്ത്യയിലെ ജനസമൂഹം അനുഭവിച്ചിട്ടുള്ള ധാരാളം ദുരിതങ്ങളും കഷ്ടപ്പാടുകളുമുണ്ട്. കേരളീയ മാപ്പിള പണ്ഡിതന്മാരുടെ ചരിത്രത്തോട് ചോദിച്ചു നോക്കിയാൽ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയിട്ടുള്ള സൈഫുൽ ബത്താർ പോലെയുള്ള കൃതികൾ പുറംകീഴികൾക്കെതിരെ പോരാടുവാൻ വേണ്ടി ഈ സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നതായിരുന്നു. സന്ദർഭവശാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ അതേ പറങ്കികളുടെ കൊടിക്കൂറകൾ വലിച്ചു കെട്ടി ആഹ്ലാദിക്കുവാനും ഞങ്ങൾ ആ പറങ്കിപ്പടയുടെ പിന്നിലുണ്ട് എന്ന് പറയുവാനും നമ്മുടെ യുവത തയ്യാറാകുന്നു എന്നതിനെ വേദനയോടെ കൂടെ മാത്രമാണ് നമുക്ക് ഓർമ്മിക്കാൻ കഴിയുക. ആ കൊടിക്കൂറയിൽ, ആ ഉയർന്നു പറക്കുന്ന കൊടിക്കൂറയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ രക്തമുണ്ട്, അവരുടെ വേദനകളുണ്ട്. ആന്തമാനിൻ്റെയും പോർട്ട് ബ്ലെയറിൻ്റെയും ഒക്കെ ജയിലറകളിൽ വിറങ്ങലിച്ചു മരിച്ചുപോയ ആ മനുഷ്യരുടെ കണ്ണുനീരുണ്ട് എന്നുകൂടി നാം തിരിച്ചറിയണം. ആ കാലത്തു നിന്ന് തുടർച്ചയായി ഒറ്റപ്പെടലുകളുടെ, വേദനകളുടെ, മാറ്റി നിർത്തപ്പെടലുകളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോഴാണ് ഖാദി മുഹമ്മദ് മുഹിയുദ്ദീൻ മാല എഴുതുന്നത്, വല്ലേ നിലത്തീന്നും എന്നെ വിളിച്ചോർക്ക് വായ്ക്കൂടാ ഉത്തിരം ചെയ്യും ഞാൻ എന്നോവർ. നിലം എന്ന വാക്കിന്റെ അർത്ഥം കൃഷിഭൂമി എന്നാണ്. കുടിയാൻ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത്, അടിമ ഉടമ വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത്, ജന്മി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത്, നാടുവാഴി പ്രഭുത്വങ്ങൾ നിലനിന്നിരുന്ന കാലത്തെ ഇനി ഞങ്ങൾക്കാര്? ഒരു ഭാഗത്ത് മരക്കാന്മാരെ ഒറ്റുകൊടുക്കപ്പെട്ടിരിക്കുന്നു, സാമൂതിരി ഭരണം, അതിലുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു, ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഈ ജനതയ്ക്കുമേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങളിതാ ഹതാശരായി ഈ ഭൂമികയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന, വേദനിക്കുന്ന മനുഷ്യരോടാണ് മുഹിയുദ്ദീൻ മാല സംസാരിച്ചത്. നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ നിലത്ത് കൃഷിഭൂമിയിൽ പണിയെടുക്കുന്ന കർഷകനായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിളി കേൾക്കുന്ന ഉടയവനായ തമ്പുരാനെയാണ് നാം വിളിക്കുന്നത്. നിങ്ങൾ വിളിക്കുന്ന വലിയ നേതാവ് അത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയാണ്.
ഈ അർത്ഥത്തിൽ പ്രതീക്ഷ നൽകുകയും ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ വേണ്ടി വൈജ്ഞാനികമായ ശ്രമങ്ങളാണ് ഖാലിദ് മുഹമ്മദ് അടക്കമുള്ള വലിയ പണ്ഡിത ശ്രേഷ്ഠർ മലബാറിൽ നിന്ന് തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നത്. അതിൻ്റെ തുടർച്ചയായിരുന്നു യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന വ്യവസ്ഥാപിതമായ രൂപം 926 കേരളത്തിൽ രൂപപ്പെട്ടു വരുന്നത്. അന്ന് കേരളത്തിന്റെ സങ്കീർണത, മലബാർ സമരത്തിനു ശേഷം അടിച്ചമർത്തപ്പെട്ടവർ, മാറ്റി നിർത്തപ്പെട്ടവർ, നാടുകടത്തപ്പെട്ടവർ, ഒന്നുകിൽ കൊല അല്ലെങ്കിൽ കലാപാനി എന്നതായിരുന്നല്ലോ അന്നത്തെ മുദ്രാവാക്യം. ഒന്നുകിൽ കൊല ചെയ്യപ്പെടുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ചെയ്യുന്ന മനുഷ്യരെ ഒന്നുകിൽ കൊല ചെയ്യുക, തൂക്കിലേറ്റുക, അതല്ലെങ്കിൽ അവരെ ആൻഡമാൻ നിക്കോബാറിലേക്ക് നാടുകടത്തുക. അതുകൊണ്ടാണ് ആൻഡമാൻ നിക്കോബാറിൽ ഇന്നും വണ്ടൂരും കോഴിക്കോടും മഞ്ചേരിയും പോലെയുള്ള നാടുകളുടെ പേരുകൾ ഉണ്ടായത്. ഇവിടെ നിന്ന് നാടുകടത്തപ്പെട്ട മനുഷ്യരുടേതായിരുന്നു അത്. അങ്ങനെ ആ നാടുകടത്തപ്പെടുന്ന കാലത്ത്, ദാരിദ്ര്യത്തിന്റെ അങ്ങേ തലയിൽ ഈ നാട് നിലനിന്നിരുന്ന കാലത്ത്, ഉത്തരേന്ത്യയിൽ അനാഥാലയങ്ങളിലേക്ക് മലബാറിൽ നിന്ന് കുഞ്ഞുങ്ങളെ കൊണ്ടുപോവുകയും അവിടെ താമസിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിരുന്നൊരു കാലത്ത് നിന്ന് ഈ നാടിന് അസ്തിത്വം ഉണ്ടാകണമെന്ന്, ഈ നാട്ടിലെ മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന്, ഇവരുടെ പട്ടിണിയും പരിവട്ടവും അകറ്റണമെന്ന ആലോചനയിൽ നിന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ആശയം തുടക്കം കുറിക്കുന്നത്. വ്യത്യസ്തമായി സമാനമായി തന്നെ ഇവിടെ അവാന്തര വിഭാഗങ്ങൾ ഇതേ ദുർബലതയെ മുതലെടുത്തുകൊണ്ട് കയറി വരികയും ഇവിടെയുള്ള മനുഷ്യരുടെ ഈമാനിനെ തകർക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. വിശ്വാസികളായ മനുഷ്യരെ മുഴുവൻ പ്യൂരിറ്റാനിസത്തിന്റെ പേരിൽ അടിസ്ഥാനമായ സുന്നി ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള എല്ലാ മനുഷ്യരോടും ചേർന്ന് നിന്നുകൊണ്ട്, ഇസ്ലാം ഈ തദ്ദേശീയമായ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇസ്ലാം അതത് നാട്ടിലെ എല്ലാ മനുഷ്യരോടും ചേർന്ന് നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് മമ്പുറം തങ്ങൾക്ക് അവിടെയുള്ള താഴെത്തട്ടിലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആഘോഷങ്ങൾ തുടങ്ങിക്കൊടുക്കുന്നത്. നിങ്ങൾ ഈ ആഘോഷങ്ങൾ നടത്തൂ എന്ന് പറയുന്നത്, നിങ്ങൾ ഉടമയെ അനുസരിക്കേണ്ടത് എവിടെയൊക്കെ എന്ന് പറയുന്നത്, നിങ്ങൾ ജോലിക്ക് കൂലി ചോദിക്കണം എന്ന് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്ന ഒരു തലമുറയിൽ നിന്ന് പ്യൂരിറ്റാനിസത്തിന്റെ പേരിൽ ഈ സമൂഹത്തെ പല തട്ടുകളിലേക്ക് അടരുകളാക്കി മാറ്റി നിർത്തുവാനുള്ള ശ്രമമായിരുന്നു യഥാർത്ഥത്തിൽ ബിദഈ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി വെച്ചത്. അതിൽ നിന്നെല്ലാം ഈ സമൂഹത്തെ കാത്തു സൂക്ഷിക്കുകയും എങ്ങനെ ഈ 10-14 നൂറ്റാണ്ട് കേരളത്തിലെ മുസ്ലിം സമൂഹം നിലനിന്നു പോന്നോ, ജീവിച്ചു പോന്നോ, അവരെങ്ങനെയാണ് കൊണ്ടും കൊടുത്തും ഇവിടെ ജീവിച്ചത്, ജാതീയതയുടെ ഉച്ചനീചത്വങ്ങളുടെ കണ്ടാലും തൊട്ടാലും ഒക്കെ ദോഷമുള്ള മനുഷ്യരുടെ ചരിത്രം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് അങ്ങനെയൊക്കെ ചരിത്രങ്ങൾ മറുപക്ഷത്ത് നടക്കുമ്പോഴും അവരെ എല്ലാം ഒരുമിച്ച് നിർത്തുവാൻ അവരെക്കുറിച്ചാണ് ഖാലിദ് മുഹമ്മദ് അവരെ അബ്ദാലന്മാരാക്കിയിടും എന്ന് പറയുന്നത്. അവരെ അബ്ദാലന്മാരാക്കിയിടും. സൂഫി ശ്രേണിയിലെ ഏറ്റവും ഉന്നതമായ പദവിയിലേക്ക് നിങ്ങൾ ജാതിയിൽ ഏറ്റവും താഴെത്തട്ടിൽ നിൽക്കുന്നവരാണെന്നും അടിച്ചമർത്തപ്പെടുന്നവരാണ് എന്ന് നിങ്ങൾ കരുതുമെങ്കിൽ പോലും, അങ്ങനെയാണ് നിങ്ങളെ ഈ സമൂഹം പരിഗണിക്കുന്നതെങ്കിൽ പോലും, നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ വഴി പുൽകുമ്പോൾ നിങ്ങൾ അബ്ദാലന്മാരായി മാറും. നിങ്ങൾക്ക് മറ്റൊന്നും തടസ്സം ഉണ്ടാവില്ല, നിങ്ങളുടെ ജാതി ഏത് എന്നത് തടസ്സം ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയുടെ വാക്കുകൾ നൽകുന്നത് ഖാലിദ് മുഹമ്മദിനെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത്, ഇങ്ങനെ ഈ ഉച്ചനീചത്വങ്ങളുടെ കാലത്ത്, മായ്ക്കപ്പെടുന്ന കാലത്ത്, മാറ്റി നിർത്തപ്പെടുന്ന കാലത്ത്, തൊട്ടാലും തീണ്ടിയാലും ഒക്കെ ദോഷമുണ്ടായിരുന്ന കാലത്ത് നിന്ന് ഈ സമൂഹത്തെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാം അഭയമായിരുന്നു ഈ പണ്ഡിതർ എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. ഒരു മുസ്ലിം പള്ളി എന്ന് പറയുന്നത് അത് കേവലമായ നിർണിതമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നില്ല. അത് നാട്ടിലെ മുഴുവൻ ജനതയുടെയും ആശ്രയ കേന്ദ്രമായിരുന്നു, അഭയമായിരുന്നു. ഇന്ന് നമുക്ക് കാണാൻ കഴിയും. ഇന്നൊരു വെള്ളിയാഴ്ച കഴിഞ്ഞാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പള്ളിയിൽ നിന്ന് ജുമുഅക്കു ശേഷം ഉസ്താദ് എണീറ്റ് നിന്നിട്ട് ഒരു പിരിവ് നടത്തിയിട്ടുണ്ട്, ഒരു സംഭാവന ചോദിച്ചിട്ടുണ്ട്. അത് ഓരോ നാട്ടിലും വ്യത്യസ്തമായ ആവശ്യങ്ങളായിരിക്കും. അതിൽ ചികിത്സയുണ്ട്, അതിൽ ഭവന നിർമ്മാണമുണ്ട്, അതിൽ വിവാഹ സഹായമുണ്ട്, അതിൽ എത്രയോ വ്യത്യസ്ത തലങ്ങളിലുള്ള മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെ എല്ലാം പ്രശ്നങ്ങളെ കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന ഇടങ്ങളാണ് മുസ്ലിം പള്ളികൾ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു കേരളീയമായ സംസ്കാരത്തെയും മാതൃകയെയും അതിൻ്റെ തുടർച്ച ഉണ്ടാക്കുക എന്ന ദൗത്യത്തിൽ നിന്നാണ് സമസ്ത ഈ കേരളത്തിലുടനീളം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ പാരമ്പര്യത്തെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വൈജ്ഞാനികമായ വലിയ പാരമ്പര്യം ഈ നാടിനുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് രചിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ആദ്യത്തെ ചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് തുഹ്ഫത്തുൽ മുജാഹിദീനാണ്. അത് രചിക്കപ്പെട്ടിട്ടുള്ള ചരിത്ര ഗ്രന്ഥം ഫത്ഹുൽ ഫത്താഹും ഫൈലുൽ ഫയ്യാദും ഒക്കെ പിന്നീട് രൂപപ്പെട്ടു വരുന്നുണ്ട്. ഷുജായി മൊയ്ദ് മുസ്ലിയാർ എന്ന് പറയുന്ന ആ അഗ്രേസ്തരനായ ചരിത്ര പണ്ഡിതൻ ഒരുപക്ഷെ കേരളത്തിന്റെ മുഖദ്ദിമ എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന ഫത്ഹുൽ ഫത്താഹിനെ രൂപീകരിക്കുകയും ഇസ്ലാമിക ചരിത്രത്തെ, ലോക ചരിത്രത്തെ അറബി മലയാളത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഷുജായി. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അനേകം ഗ്രന്ഥങ്ങൾ കഴിഞ്ഞ 10 നൂറ്റാണ്ടിൽ
ആയിരക്കണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങൾ മലബാറിൽ നിന്ന്, മലയാളത്തിൽ നിന്ന്, അറബി മലയാളത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അറബി മലയാളം എന്ന് ആ ഭാഷയെ വിളിക്കണോ എന്ന് പോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാനക മലയാളം രൂപപ്പെട്ടു വരുന്നതിന് മുമ്പ് അറബി മലയാളത്തിൽ സ്വന്തമായൊരു ഭാഷയെ, അതിന് അറബി മലയാളം എന്ന് വിളിക്കണോ, മലബാരി ഭാഷ എന്ന് വിളിക്കണോ എന്നൊക്കെ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ചരിത്രകാരന്മാർ തീർപ്പ് കൽപ്പിക്കേണ്ട കാര്യങ്ങളും ആണ്. ഞാൻ പറയുന്നത് അങ്ങനെ ആ വൈജ്ഞാനികതയുടെ തുടർച്ചയുമാണ് യഥാർത്ഥത്തിൽ ഈ ഉലമാ നേതൃത്വത്തിന് നിർവഹിക്കാനുണ്ടായിരുന്നത്. ഒരു ഭാഗത്ത് അരക്ഷിതരായ ഒരു സമൂഹം, ആ സമൂഹത്തിന് പ്രതീക്ഷ നൽകുകയും ഈ കലാപങ്ങളുടെ വറചട്ടിയിലേക്ക് നിങ്ങൾ എടുത്തു ചാടരുത് എന്ന് പറയുകയും എങ്ങനെയാണ് ഈ രാജ്യത്തോട് നിങ്ങൾ ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത് എന്ന് പറയുകയും ചെയ്തു ഉലമാ നേതൃത്വം. 1926 ശേഷം സങ്കീർണമായ അനേകം സന്ദർഭങ്ങൾ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. സ്വാതന്ത്ര്യം വരുന്നു, ഇന്ത്യ സ്വതന്ത്ര രാജ്യമാകുന്നു, ഇന്ത്യ സ്വതന്ത്ര റിപ്പബ്ലിക് ആവുന്നു, ഗാന്ധി കൊല്ലപ്പെടുന്നു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നു, ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നു. അങ്ങനെ ഒട്ടനേകം ദുരിതങ്ങളിലൂടെ ഈ നാട് കടന്നുപോയിട്ടുണ്ട്. ആ ദുരിതങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം എങ്ങനെയാണ് ആത്മസംയമനത്തോടെ, എങ്ങനെയാണ് നിങ്ങൾ ഒരു വിശ്വാസി എന്ന അർത്ഥത്തിൽ ഈ സമൂഹത്തോട് പ്രതികരിക്കേണ്ടത് എന്ന് ഉലമാ നേതൃത്വം കാണിച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ, കേരളം എത്ര മനോഹരമായി അതിൻ്റെ സൗഭാഗ്യങ്ങൾ അനുഭവിക്കുന്നു. ഈ നാട്ടിലൊരു വർഗീയത ഉണ്ടാകാതെ, ഈ നാട്ടിലൊരു വംശീയത ഉണ്ടാകാതെ, ഈ നാടൊരു കലാപത്തിലേക്ക് കടന്നു പോകാതെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞത് ആ ഉലമാ നേതൃത്വം ദിശണ കാണിച്ചതുകൊണ്ടാണ്. റിപ്പബ്ലിക് ദിനം ബഹിഷ്കരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഈ നാട്ടിൽ വർഗീയതയുടെ അംശങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം പുറമേക്കിറങ്ങി വന്നുകൊണ്ട് നിങ്ങൾ ശാന്തരാകൂ, നിങ്ങൾ ക്ഷമ കാണിക്കൂ, നിങ്ങൾ ആത്മസംയമനം കാണിക്കൂ, വസ്ബിറു വസ്വാബിറു വറാബിതു എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനത്തെ നിരന്തരം ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുകയും ഒരു കലാപത്തിലേക്കും എടുത്തുചാട്ടത്തിലേക്കും വൈകാരികമായ തള്ളിച്ചകളിലേക്കും അല്ല നിങ്ങൾ കടന്നു പോകേണ്ടത് എന്ന്, വൈജ്ഞാനിക സമൂഹമായി നിങ്ങൾ നിലനിൽക്കണം എന്ന് ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി ഈ പണ്ഡിത നേതൃത്വം. പട്ടിണിയിലും പരിവട്ടങ്ങളിലുമായിരുന്നു ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ. ഉൽപ്പതിഷ്ണുക്കൾ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിം മറ്റു പ്രസ്ഥാനങ്ങൾ പലതരത്തിലുള്ള ആഹ്വാനങ്ങൾ അവർ നടത്തുന്നുണ്ടാകാം. ഞങ്ങൾക്ക് വലിയ വലിയ കോളേജുകളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരെയാണ് അഡ്രസ് ചെയ്തത് എന്ന ചോദ്യമാണ് ഈ സമസ്ത മുന്നോട്ട് വെച്ചത്. സമസ്ത ഇവിടെ ആരംഭിച്ചത് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് അനാഥാലയങ്ങളായിരുന്നു, അത് അഗതി മന്ദിരങ്ങളായിരുന്നു. ഈ നാട്ടിലെ വിധവകളുടെ മക്കളെ, ഈ നാട്ടിലെ ദരിദ്രരായ മനുഷ്യരെ, ആ കുഞ്ഞുങ്ങളെ അവർക്ക് ഭക്ഷണം നൽകാൻ, അവർക്ക് വിദ്യാഭ്യാസം നൽകാൻ, അടിസ്ഥാന വിദ്യാഭ്യാസം നൽകാൻ ആരുണ്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സമസ്ത കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചത്. ഉന്നതമായ വിദ്യാഭ്യാസ കലാലയങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തങ്ങളുടെ കുടുംബത്തിലെ, തങ്ങളുടെ ജന്മിക്കുടുംബത്തിലെ മനുഷ്യർക്ക് വിദ്യാഭ്യാസവും ഉയർച്ചയും നൽകുക എന്നും, സാധാരണക്കാരായ മനുഷ്യർ എല്ലാ കാലവും വിറക് വെട്ടികളും വെള്ളം കോരികളുമായി ജീവിക്കട്ടെ എന്നതായിരുന്നില്ല ആ ഉലമാ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണം. ഞാൻ ദീർഘിപ്പിച്ച് ഉദാഹരണങ്ങൾ പറയേണ്ടതില്ല. 70കളിൽ എങ്ങനെയാണ് കുത്തികയിൽ നിന്നൊരു അനാഥാലയം രൂപപ്പെട്ടു വരുന്നത് എന്ന്, 92 മുഹിമ്മാത്തുൽ മുസ്ലിമീൻ എഡ്യൂക്കേഷൻ സെന്റർ എന്ന് പറയുന്ന വിശാലമായ വിദ്യാഭ്യാസ ഭൂപടത്തിന്റെ അടയാളമായി മാറുന്നത് എന്ന്, എങ്ങനെയാണ് ആ സ്ഥാപനം ഈ നാട്ടിലെ അല്ലെങ്കിൽ ദക്ഷിണ കന്നഡയിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് ഉപജീവനം സാധ്യമാക്കിയത് എന്ന്, അതിൻ്റെ തുടർച്ചയായി ആ സ്ഥാപനത്തിൽ നിന്നുള്ള അനുമ്നികൾ എന്നതിനപ്പുറത്തേക്ക് അവിടെ നിന്ന് പഠിച്ചിറങ്ങിയവരുടെ 2ാം തലമുറ എന്തു ചെയ്യുന്നു എന്നുകൂടി പഠിക്കുമ്പോഴാണ് ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുള്ള സാമൂഹികമായ മാറ്റം എന്ത് എന്ന ചിത്രം നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുക. അവിടെ 2ാം തലമുറ എന്തു നേടി എന്നുകൂടി പഠിക്കുമ്പോഴാണ് ആ സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ള സാമൂഹികമായ മാറ്റത്തിന്റെ ആഴം നമുക്ക് ബോധ്യപ്പെടുവാൻ കഴിയുക. അങ്ങനെ എല്ലാ ജനതയുടെയും വിദ്യാഭ്യാസവും പട്ടിണിയും അകറ്റുക എന്നത്, വിദ്യാഭ്യാസവും പട്ടിണിയും അകറ്റുക, അവർക്ക് അഭിമാനബോധം ഉണ്ടാക്കി കൊടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അഭിമാനമുള്ള മനുഷ്യരാക്കി തീർക്കുക എന്നത്. നിങ്ങൾ ആരാൻ്റെ വെള്ളം കോരികളായി, വിറക് വെട്ടികളായി താഴ്ന്നു നിൽക്കുന്നിടത്ത് നിന്ന് മമ്പുറന്തങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളോട് പറഞ്ഞ മുദ്രാവാക്യം അത് തന്നെയായിരുന്നു. നിങ്ങൾ ഓച്ചാനിച്ചു നിൽക്കേണ്ടതില്ല, നിങ്ങൾ വെള്ളിയാഴ്ച ജോലിക്ക് പോകേണ്ടതില്ല, നിങ്ങൾ കൂലി ചോദിക്കണം എന്നോർമ്മപ്പെടുത്തിയ മമ്പുറന്തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് അതിൻ്റെ തുടർച്ച തന്നെയാണ് കേരളത്തിലെ മുസ്ലിം പണ്ഡിത നേതൃത്വം ഈ സമൂഹത്തിൽ സാധ്യമാക്കിയത്. നിങ്ങളുടെ അവകാശങ്ങൾ ചോദിക്കുവാൻ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിർണ്ണയിക്കുവാൻ, നിങ്ങൾക്ക് ആവശ്യമായത് നേടിയെടുക്കുവാൻ മുന്നിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിലെ ഏറ്റവും താഴേത്തട്ടിലുള്ള മനുഷ്യരുടേത് വരെയുള്ള വേദനകളെ കേൾക്കുവാനും അവർക്കുത്തരങ്ങൾ പറയുവാനും സമസ്തക്ക് കഴിഞ്ഞു എന്നതാണ് സമസ്തയുടെ ചരിത്രം. സമസ്തയുടെ പ്രമേയങ്ങളെ വിശാലമായി പഠനവിധേയമാക്കിയാൽ നമുക്ക് അത്തരത്തിലുള്ള ധാരാളം ഉത്തരങ്ങളെ കണ്ടെത്താൻ കഴിയും. ധാരാളം ഉത്തരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. സമസ്ത എങ്ങനെയാണ് ജനങ്ങളോട് സംസാരിച്ചത് എന്നതിനെ കുറിച്ച്.
40 അംഗ സമസ്തയുടെ മുഷാവറയിൽ നിന്ന് എങ്ങനെ കേരളത്തിലെ ഏറ്റവും കുഗ്രാമങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന, കേരളത്തിന്റെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന കേരളത്തിലെ ഓരോ മഹല്ലുകളിലെയും മനുഷ്യരെ തൊടുന്ന വേദനകൾക്കും യാതനകൾക്കും സമസ്ത ഉത്തരം കണ്ടെത്തി എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. ആ ഉത്തരങ്ങൾ പലതരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ടാവുക, പല തരത്തിലാണ് പ്രചരിക്കപ്പെട്ടിട്ടുണ്ടാവുക. അതിൽ ഈ തരത്തിൽ അത് കേവലം മുസ്ലിം സമൂഹത്തെ മാത്രമല്ല അഡ്രസ് ചെയ്തത്, അത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരോടുമാണ് സംസാരിച്ചത്. അല്ലെങ്കിൽ കേരളത്തിന്റെ പ്രകൃതിയോടാണ് സംസാരിച്ചത്, കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളോടുമാണ് സംസാരിച്ചത്. ഇസ്ലാം അങ്ങനെ സങ്കുചിതമായി ചില താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന മതമല്ലല്ലോ. എല്ലാ മനുഷ്യരോടും സംസാരിക്കുവാനുള്ള ഭാഷയാണ് ഇസ്ലാമിന്റെ ഭാഷ എന്ന് പറയുന്നത്. അതിൽ പ്രകൃതിയും മൃഗങ്ങളും ചരാചരങ്ങളെല്ലാം ഉണ്ട്. മദീനയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം ഉണ്ടായി. പലരും പറഞ്ഞു തെരുവ് നായ്ക്കളെ മുഴുവൻ കൊന്നൊടുക്കണം. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ശല്യം ഉണ്ടാക്കുന്ന തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കാം, തെരുവ് നായ്ക്കൾക്ക് കൂടി ജീവിക്കുവാൻ ഈ മണ്ണിൽ അവകാശമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പ്രഖ്യാപിച്ചു. അതിന്റെ തുടർച്ചയാണ് കേരളത്തിലെ ഉലമാ പാരമ്പര്യത്തെ നിങ്ങൾ എടുത്തു നോക്കൂ. അഭിവന്യനായ കുണ്ടൂർ ഉസ്താദിനെ നോക്കൂ. കുണ്ടൂർ ഉസ്താദ് സമസ്തയുടെ ധീരമായ നേതൃത്വമായിരുന്നില്ലോ. ഒരു സായാഹ്നത്തിൽ കർക്കടകം തിമിർത്ത് പെയ്യുന്ന വൈകുന്നേരത്തിൽ തെരുവിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള വഴിയോര കച്ചവടക്കാരന്റെ അലമാരയിൽ നിറഞ്ഞു നിൽക്കുന്ന കടിയും കറിയും ഒക്കെ കാണുമ്പോൾ, ആ മനുഷ്യൻ ഇന്ന് വൈകുന്നേരം വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയുണ്ടാകുമോ എന്നാലോചിച്ചുകൊണ്ട് ആ ഭക്ഷണം മുഴുവൻ വില കൊടുത്തു വാങ്ങുകയും ആ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും വീതിച്ചു കൊടുക്കുകയും ചെയ്തു കുണ്ടൂർ ഉസ്താദ്. തേനമുസ്ലിയാരുടെ ചരിത്രവും നമുക്കറിയാം. ഇങ്ങനെ അനേകം മനുഷ്യർ. അതിന്റെ തുടർച്ചയിൽ സുൽത്താൻ മുസ്താദിനെ നമുക്ക് കാണാൻ കഴിയും. അവിടേക്ക് കയറി വരുന്ന ഏതു മനുഷ്യനെയാണ് നിങ്ങൾ തിരിഞ്ഞു പോകൂ, എനിക്ക് ഉത്തരമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് യമനിലെ ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീക്ക്, ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീക്ക് വധശിക്ഷ വിധിക്കുമ്പോഴും ആ സ്ത്രീ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ ആഴം അറിയാത്തത് കൊണ്ടല്ല ഉസ്താദ് ഇടപെടുന്നത്. മറിച്ച് മുന്നിലേക്ക് വന്നൊരു മനുഷ്യന്റെ വേദനയെ മായ്ക്കുവാനുള്ള ലേപനങ്ങൾ എന്താണ്, ആ ലേപനം കണ്ടെത്തുക എന്നതാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വഴി. മുറിവിനെ മാന്തി പുണ്ണാക്കുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും വഴിയല്ല വിശുദ്ധ ഇസ്ലാം. ആ വഴിയെ നമുക്ക് ഈ പണ്ഡിത ജീവിതത്തെ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കൂ. താജുശ്ശേരി ഉസ്താദിനെ നോക്കൂ, നമ്മുടെ നാട്ടിൽ ജീവിച്ചു വന്നിട്ടുള്ള മനുഷ്യരെ നോക്കൂ. മാലിക് ദിനാർ പള്ളി അകലെയല്ലല്ലോ. അവിടെ നിന്ന് തുടർച്ചയായി കയറി വന്നിട്ടുള്ള കാളിമാരുടെ ചരിത്രത്തെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ആ ജീവിതങ്ങളായിരുന്നു പ്രകാശ സമാനമായ ആ ജീവിതങ്ങളായിരുന്നു കഴിഞ്ഞ 100 വർഷക്കാലം നമ്മളെ മുന്നോട്ട് നയിച്ചത്. അതിൽ സമസ്തയുടെ യുവജന പ്രസ്ഥാനങ്ങളെ കാണാം, വിദ്യാർത്ഥി സംഘടനയെ കാണാം, വിദ്യാഭ്യാസ ബോർഡിനെ കാണാം, മറ്റനേകം സംരംഭങ്ങളെ കാണാം, സ്ഥാപനങ്ങളെ കാണാം. വ്യത്യസ്തമായ ആശയങ്ങളെയും മൂവ്മെന്റുകളെയും നമുക്ക് കാണാൻ കഴിയും. ആ മൂവ്മെന്റുകളുടെ തുടർച്ചയാണ് സമസ്ത എന്ന വിശാലമായ ആശയം. സമസ്ത നമുക്ക് എന്ത് സാധിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ഉലമ ആക്ടിവിസം, സോഷ്യൽ ആക്ടിവിസത്തിന്റെ പുതിയ ചുവടുകൾ ഈ സമൂഹത്തിന് മാതൃകയായി കാണിച്ചു കൊടുത്തു. അതൊരു ഔദാര്യമല്ലെന്ന്, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന്. ഈ നാടിന്റെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യർക്കും നിർഭയത്വം പ്രദാനം ചെയ്യൽ തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന്. അതിനെവിടെ തടസ്സം ഉണ്ടാകുന്നു, അതിനെവിടെ വിഘ്നങ്ങൾ സംഭവിക്കുന്നു, അവിടെ ഇറങ്ങി വന്നുകൊണ്ട് അരുതെന്ന് പറയുവാനുള്ള സൂക്ഷ്മദൃഷ്ടികളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. പോപ്പുലിസത്തിന് പിന്നാലെ ആയിരുന്നില്ല അവർ പാഞ്ഞുപോയത്. അവർ സൂക്ഷ്മമായി കാര്യങ്ങളെ നിരീക്ഷിച്ചു, ലോക ചലനങ്ങളെ വീക്ഷിച്ചു. ലോകത്തിന്റെ ക്യാൻവാസിൽ നിന്നുകൊണ്ടാണ് അവർ കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇസ്ലാമിനെയും ലോകത്തിന്റെ മാറ്റങ്ങളെയും നിരീക്ഷിച്ചത്. ഞാൻ ഓർക്കുന്നത് അഭിമന്യരായ നൂറുൽ ഉലമ ഉസ്താദിനെയാണ്. അറബ് വസന്തം എന്ന പേരിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്താകമാനം വ്യാപിച്ചു കിടക്കുന്ന കലാപങ്ങളും അട്ടിമറികളും ഒക്കെ വ്യാപിച്ചു കിടക്കുന്ന കാലത്ത്, ഇവിടെ വലിയ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളൊക്കെ അതിനാഘോഷിച്ച് നടന്ന കാലത്ത് ഉസ്താദ് തന്റെ ശാന്തമായ ശബ്ദത്തിൽ ഒരു SSFന്റെ വേദിയിൽ വെച്ച് സംസാരിച്ചു. അറബ് വസന്തമായിരുന്നില്ല, അതൊരു ദുരന്തമാണ് എന്ന്. ഒരു വ്യാഴവട്ടക്കാലം അപ്പുറത്ത് അന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പോപ്പുലിസത്തിന് പിന്നാലെയാണല്ലോ മനുഷ്യരെപ്പോഴും പായുക. ആളുകൾക്ക് എന്താണോ ഇഷ്ടം അത് പറയുവാനും അതിന് കയ്യടി നേടുവാനും അത്തരം നറേറ്റീവുകളെ ശാസ്ത്രീയമെന്നും സാങ്കേതികമെന്നും ഒക്കെ പറഞ്ഞ് അവതരിപ്പിക്കുവാനുമാണ് മനുഷ്യർക്ക് പലപ്പോഴും താല്പര്യം ഉണ്ടാവുക. അത് പലപ്പോഴും അശാസ്ത്രീയവും മനുഷ്യത്വ വിരുദ്ധവും സങ്കുചിത ദേശീയതയെ ഉൽപ്പാദിപ്പിക്കുന്നതുമൊക്കെ ആയിത്തീരും. ആ സന്ദർഭത്തിലാണ് വന്യരായ MA ഉസ്താദ് പറയുന്നത്, അറബ് വസന്തം അതൊരു വസന്തമല്ല, അതൊരു ദുരന്തമാണ് എന്ന്. 12 വർഷം കഴിഞ്ഞു. ആ രാജ്യങ്ങളുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കൂ, എവിടെ ശാന്തി? ഒരു കാലത്ത് ഇസ്ലാമിക നാഗരികതയുടെ മനോഹരമായ ആഖ്യാനങ്ങൾ ഉണ്ടായിരുന്ന അലപ്പോയിൽ, ബസറയിൽ, കൂഫയിൽ, ഗാസയിൽ, ആ ചരിത്രങ്ങളൊക്കെ നാം പഠിച്ചിട്ടുള്ളത് മുസ്ലിം സാംസ്കാരികതയുടെ നഗരങ്ങളായിട്ടാണ്. ആ നഗരങ്ങളെല്ലാം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു.
ദുരന്തങ്ങൾ ഒന്നൊന്നായി ആ ജനതയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് അത്രമേൽ സൂക്ഷ്മമായി ലോക ചരിത്രത്തെ വീക്ഷിക്കുകയും ലോകത്തിന്റെ സാമൂഹിക മാറ്റങ്ങളെ വീക്ഷിക്കുകയും അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തുകയും അതിന് മറുപടികൾ കണ്ടെത്തുകയും ലോകത്തോട് സംസാരിക്കുകയും ചെയ്തു അവർ കേരളത്തിൽ ഇരുന്നുകൊണ്ട്. അങ്ങനെ ലോക സാംസ്കാരികതയിൽ മുസ്ലിം സമൂഹത്തെ അടയാളപ്പെടുത്തി എന്നതാണ് സമസ്ത ചെയ്തിട്ടുള്ള കാര്യം. അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകളുടെ, യുവജന സംഘടനയുടെ 70 വർഷം കഴിഞ്ഞ യുവജന സംഘടനയും 50 വർഷം കഴിഞ്ഞ വിദ്യാർത്ഥി സംഘടനയും എന്തുണ്ടാക്കി എന്ന് ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല. ആക്ടിവിസത്തിന്റെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചു. സമരം എന്ന വാക്കിനർത്ഥം വയലൻസ് എന്ന്, അത് ആക്രമണമെന്ന്, അത് രക്തമെന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ധാർമ്മിക വിപ്ലവം എന്ന മുദ്രാവാക്യം വിളിക്കാൻ ആ വിദ്യാർത്ഥി സംഘടനക്ക് ധൈര്യമുണ്ടായി എന്നതാണ് സമസ്ത എന്ന ആദർശ നേതൃത്വം എങ്ങനെയാണ് ഈ സമൂഹത്തെ രൂപപ്പെടുത്തിയത് എന്നതിൻ്റെ തെളിവ്. രക്തം കൊണ്ട് മുദ്രാവാക്യം വിളിച്ചിരുന്ന ഒരു കാലത്ത്, രക്തം ക്യാമ്പസുകളിൽ തളങ്കെട്ട് നിന്നിരുന്ന ഒരു കാലത്ത്, അരുതെന്ന് പറയാൻ, രക്തമല്ല ധാർമ്മികതയാണ് വിപ്ലവം എന്ന് പറയാൻ, വിപ്ലവം എന്നത് രക്തമാണ് എന്ന് കരുതിയിരുന്ന കാലത്ത്, സയ്യിദ് കുത്തുബൊക്കെ, പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റിന്റെ ആഖ്യാതാക്കളായ സയ്യിദ് കുത്തുബൊക്കെ രക്തം കൊണ്ടാണ് വിപ്ലവം ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു നടന്നിരുന്ന കാലത്ത്, അല്ല, ധാർമ്മികത കൊണ്ട്, ഉത്തരവാദിത്വം കൊണ്ട് നിങ്ങൾക്ക് വിപ്ലവം സാധ്യമാണ് എന്ന് ഈ ഉലമാ നേതൃത്വം വിദ്യാർത്ഥി സംഘടനയെ ഓർമ്മപ്പെടുത്തി, യുവജന സംഘാടനത്തെ ഓർമ്മപ്പെടുത്തി. പാലിയേറ്റീവ് പ്രവർത്തനവും സാന്ത്വന പ്രവർത്തനവും ഒരാദർശ പ്രവർത്തനമാണ്. അത് നിങ്ങളുടെ ഇസ്ലാമിക പ്രവർത്തനമാണ്, ആത്മീയ പ്രവർത്തനമാണ്. ഈ പ്രസ്ഥാനത്തിന് രാഷ്ട്രീയ പ്രസ്ഥാന പ്രവർത്തനവും അതുപോലെ തന്നെയാണ്. എന്താണ് സമസ്തയുടെ രാഷ്ട്രീയം എന്ന ചോദ്യത്തിൻ്റെയും ഉത്തരം, സമസ്തയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ രാഷ്ട്രീയമാണ്. ജനങ്ങൾ എന്താണ്, ജനങ്ങളുടെ ആ നീഡെന്ന് കണ്ടെത്തുകയും അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് ജനങ്ങളെ നയിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സമസ്ത നടത്തിയത്. അധികാരത്തിൻ്റെ കേന്ദ്രങ്ങളിലേക്ക് കയറി ചെല്ലുകയോ അധികാരത്തിൻ്റെ തണലിൽ വിരാജിക്കുകയോ അവർക്ക് വേണ്ടി മൗനങ്ങളും സമ്മതങ്ങളും ഉന്നയിക്കുകയോ ചെയ്യുക എന്നതിനപ്പുറത്ത് ഈ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? അവർക്ക് ഭക്ഷണമുണ്ടോ, അവർക്ക് വെള്ളമുണ്ടോ, അവർക്ക് വെളിച്ചമുണ്ടോ, അവർക്ക് വിദ്യാഭ്യാസമുണ്ടോ, അവർക്ക് തുല്യതയുണ്ടോ, നീതിയുണ്ടോ? ഈ അന്വേഷണങ്ങളാണ് സമസ്ത നടത്തിയത്. അത് തടയപ്പെടുന്ന സന്ദർഭങ്ങളിലെല്ലാം അധികാര കേന്ദ്രങ്ങളിൽ കയറി ചെല്ലുകയും ഈ ജനതയ്ക്കു വേണ്ടി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് സമസ്തയുടെ ആദരണീയരായ നേതൃത്വം. അത് കലാപത്തിന്റെ വഴിയായിരുന്നില്ല, അത് റബലിസത്തിന്റെ വഴിയായിരുന്നില്ല, അട്ടിമറിയുടെ വഴിയായിരുന്നില്ല. മറിച്ച് ഈ നാടിന്റെ ഭരണഘടന, ഈ നാടിന്റെ ജനാധിപത്യമായ രീതിശാസ്ത്രങ്ങൾ, എല്ലാ ഉറപ്പ് നിയമങ്ങളും അനുശാസിക്കുന്ന വഴിയിലൂടെ ഈ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവർ മുന്നിൽ നിന്നു സംസാരിച്ചു. ഇങ്ങനെ കഴിഞ്ഞ 100 വർഷം ഈ ജനതയെ എങ്ങനെയാണോ അതിനു മുമ്പുള്ള 14 നൂറ്റാണ്ടുകാലം ഇസ്ലാമിക നാഗരികതയുടെ വളർച്ചയും രൂപപ്പെടലും ഉണ്ടായത്, അത്രമേൽ അതേ സൂക്ഷ്മതയോടെ മുന്നോട്ട് കൊണ്ടുപോവുകയും കാലികമായി ഈ സമൂഹം എന്തു നേടണം എന്നാലോചിക്കുകയും അതിൽ ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. ഇസ്ലാമിക സമൂഹം എല്ലാ കാലത്തും അങ്ങനെയാണ്. അറിവിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും വൈജ്ഞാനികതയോട് വിമുഖത കാണിക്കുകയും ചെയ്തിട്ടല്ല ഇസ്ലാമിക സമൂഹം ഉണ്ടായത്. കൊർഡോബയുടെ ചരിത്രവും ബസറയുടെ ചരിത്രവും ലോക നാഗരികതകളുടെ ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മനോഹരമായ ആഖ്യാനങ്ങൾ നമുക്ക് കാണാൻ വൈജ്ഞാനികതയോട് ചേർന്ന് നിൽക്കുന്ന, വൈജ്ഞാനികതയോട് സംസാരിക്കുന്ന കവിതകളും കഥകളും എഴുത്തുകളും അതിൻ്റെ തുടർച്ച അറബി മലയാളത്തിലും ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ തുടർച്ചയും സമസ്തയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഈ സമൂഹത്തെ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന കാഴ്ചപ്പാടൊരുക്കുകയും ശാന്തമായി സമാധാനത്തോടെ നീതിയിലധിഷ്ഠിതമായി ഒരു ജനത എന്ന അർത്ഥത്തിൽ ഈ സമൂഹത്തിൽ എല്ലാതരം മനുഷ്യരുടെ ആവലാതികൾക്കും ഉത്തരം കണ്ടെത്തുവാനുള്ള ശ്രമമാണ് സമസ്ത നടത്തിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇനിയും ഈ സമൂഹം ആഗ്രഹിക്കുന്നത്. സമസ്തയുടെ 100 പ്രകാശ വർഷം എന്നത് കഴിഞ്ഞുപോയ ചരിത്രത്തിന്റെ ഉദ്ഘോഷം മാത്രമല്ല, വരാനിരിക്കുന്ന 100 വർഷത്തെ കാലത്തെക്കുറിച്ചുള്ള ആലോചന കൂടിയാണ്. എയുടെ കാലം വരുന്നു, ടെക്നോളജിയുടെ കാലം വരുന്നു, റെസ്പോൺസിബിൾ എ എന്ന സങ്കല്പത്തെക്കുറിച്ച് ലോകം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. യന്ത്രം മനുഷ്യനെ മാറ്റിമറിക്കുമോ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. മനുഷ്യർക്ക് തൊഴിൽ നഷ്ടമാകുമോ, മനുഷ്യരും യന്ത്രവും തമ്മിലുള്ള യുദ്ധം ഉണ്ടാകുമോ എന്നൊക്കെ ഹൈപ്പോത്തറ്റിക്കലായി സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അറിവിനുമേൽ വലിയ അധികാര ഘടന രൂപപ്പെട്ടു വരുന്നു. ഈ കോർപ്പറേറ്റ് ശൃംഖലകൾക്ക് അധികാരത്തിൽ വലിയ പിടിപാടുകൾ ഉണ്ടാകുന്നു. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി എലോൺ മസ്ക് ഉണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരത്തിന്റെയും അറിവിന്റെയും കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ അറിവ് തടഞ്ഞു വെക്കപ്പെടുന്ന ഒരു കാലം ഉണ്ടാകുമോ എന്ന ചർച്ച ചെയ്യപ്പെടുന്നു. ഈ കാലത്തും എന്താണ് ഈ സമൂഹം മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്ന് സമസ്തക്ക് ഏതെങ്കിലും ശങ്കയില്ല. മറിച്ച് കൃത്യമായി എങ്ങനെ
ഈ സമൂഹം മുന്നോട്ട് പോകണം? എങ്ങനെയാണ് സാങ്കേതികതയെ നാം ഉൾക്കൊള്ളേണ്ടത്? സാങ്കേതികതയെ സ്വീകരിക്കുകയും വൈജ്ഞാനികമായി മുന്നോട്ട് പോവുകയും പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായി, മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഈ സമൂഹത്തെ സാമൂഹികമായി എങ്ങനെ ഉയർത്തിക്കൊണ്ടുപോകണം എന്ന കാഴ്ചപ്പാടാണ് സമസ്ത മുന്നോട്ട് വെക്കുന്നത്. അടിത്തട്ടിൽ സാമൂഹികത ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അവനവനിലേക്ക് നാം ചുരുങ്ങുന്ന കാലം, അവനവനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന കാലം, എൻ്റേതു മാത്രമായ ലാഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന കാലം. ലോകരാജ്യങ്ങളിൽ ഒറ്റപ്പെടൽ മരണങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ ഒറ്റപ്പെട്ട് മരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല. ബന്ധങ്ങളുടെ, കുടുംബങ്ങളുടെ പ്രാധാന്യത്തെ നാം തള്ളിപ്പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാലത്ത് മൂല്യങ്ങളിലേക്ക് തിരിഞ്ഞു നടക്കൂ എന്നീ പ്രസ്ഥാനം ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ വലിയ ദുരന്തം ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എൽ നിനോ പ്രതിഭാസത്തിന്റെ ഫലമായി ലോക നഗരങ്ങൾ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അനേകം മനുഷ്യർ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിലും UK-യിലും ഒക്കെയുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നമ്മളെയും തൊടുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ആ കാലത്ത് എങ്ങനെയാണ് ഒരു വിശ്വാസി പരിസ്ഥിതിയോട് കാണിക്കേണ്ട സമീപനം? എൻ്റെ മാലിന്യങ്ങൾ അത് ഈ നഗരത്തിലെ എല്ലാ വളവുകളിലെയും എല്ലാ പുഴയിലെയും നദീതീരങ്ങളിലേക്കും വലിച്ചെറിയപ്പെടേണ്ടതല്ലെന്നും, എൻ്റെ വീട്ടിലെ ഉച്ചിഷ്ടങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളുടെ അടിവസ്ത്രങ്ങളുമെല്ലാം ഡയപ്പറുകളും കെട്ടിപ്പൊതിഞ്ഞ് അത് മറ്റുള്ളവരുടെ നാസാരന്ധ്രങ്ങളിലേക്ക് ദുർഗന്ധങ്ങളായി വമിപ്പിക്കേണ്ടതല്ല വിശ്വാസിയുടെ ബാധ്യത എന്ന് ഈ പ്രസ്ഥാനത്തിന്, ഈ സമൂഹത്തോട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് പ്രകൃതിയെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, തൊഴിലിനെക്കുറിച്ച്, ടെക്നോളജിയെക്കുറിച്ച്, അങ്ങനെ മനുഷ്യനാകുലമായിരിക്കുന്ന എല്ലാതരം പ്രശ്നങ്ങളെയും സമഗ്രമായി സംബോധന ചെയ്തുകൊണ്ടാണ് സമസ്തയുടെ 100 വർഷങ്ങൾ പൂർത്തിയാക്കുക. നമുക്ക് ഈ കാലത്തെ ആഘോഷിക്കുക എന്ന് പറയുന്നത്, സമസ്തയുടെ 100 വർഷത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത്, ആ പണ്ഡിത നേതൃത്വത്തോട് നമ്മളെ വഴി നടത്തിയ പ്രകാശ സമാനരായ, സമുദ്ര സമാനരായ പണ്ഡിത നേതൃത്വത്തോടുള്ള നമ്മുടെ നന്ദി സൂചകം മാത്രമാണ്. അതിനോടുള്ള ഐക്യദാർഢ്യം മാത്രമാണ്. ആ തണൽ ആ മഹാതണലിൽ നിന്നുകൊണ്ട് നമുക്കിനിയും ഏറെ ദൂരം ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകണം. ശാന്തിയോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, ഐക്യത്തോടെ, ഒരുമയോടെ, വിദ്വേഷവും വെറുപ്പും ഇല്ലാതെ, വിഭജനത്തിൻ്റെ കഥകൾ പറയാതെ നമുക്കൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് എങ്ങനെ ഇത്രകാലം ഈ നാട് മനോഹരമായി മുന്നോട്ട് വന്നോ അത്രമേൽ മനോഹരമായി സങ്കുചിതമായ കഥകൾ പറയാത്ത, അതിർത്തികളെക്കുറിച്ച് അപ്പുറത്തും ഇപ്പുറത്തുള്ള മനുഷ്യരെ അതിർത്തികളിൽ വേർതിരിച്ചു നിർത്തി അവരെ ആൾക്കൂട്ടത്തിന് എറിഞ്ഞു കൊടുക്കാതെ അവരെ എല്ലാം സ്നേഹിക്കുകയും, അയാൾ ബംഗാളിയാവട്ടെ, ആസാമിയാവട്ടെ, ഇന്ത്യയിലെ കേരളത്തിലേക്ക് കയറി വന്നിട്ടുള്ള മനുഷ്യർ വ്യത്യസ്ത നാട്ടുകാരാവട്ടെ, നമ്മളെ എങ്ങനെ അനേകം വ്യത്യസ്ത നാടുകളിലെ മനുഷ്യർ സ്വീകരിച്ചുവോ ആ മനുഷ്യർ നമ്മളെ സ്വീകരിച്ച അതേ ഹൃദ്യമായ ഭാവത്തോടെ ഇന്നലെ ഈ നാട് ലോകത്തെല്ലാ മനുഷ്യരെയും സ്വീകരിച്ചിട്ടുണ്ട്. ആ ഉൾക്കൊള്ളലിൻ്റെ തുടർച്ച നമുക്കുണ്ടാക്കണം. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ നാട്, ആ സ്നേഹത്തിൻ്റെ തുടർച്ചകൾ, ആ സഹോദര്യത്തിൻ്റെ പരികൽപ്പനകളുടെ കഥകൾ ഇനിയും ലോകത്തിനു മുമ്പിൽ മാതൃകയായി നമ്മുടെ നാട്ടിൽ നിന്നുണ്ടാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.